ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 12.1 12.2 ആണ്. +1 മാത്തമാറ്റിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് എക്സസൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ 12.1 മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത ആളുകൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ അതൊക്കെ പോയി കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു എക്സസൈസിൻ്റെ മുമ്പുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ 12.4 ആണ്. അപ്പോൾ അത് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ 1 ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ജസ്റ്റ് എത്ര യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി അതന്നെ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ അത് പഠിക്കേണ്ടായിരുന്നു. അങ്ങനെയാണ് √(x2 - x1) the whole square + y2 - y1 the whole square വെച്ചിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചിട്ടും കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്, ഇത് 3 കോർഡിനേറ്റ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എന്താണ്, ആ ഒരു തേർഡ് കമ്പോണൻറ്റിൻ്റെയും കൂടി എന്താ പറയുക, ഡിഫറൻസിൻ്റെ സ്ക്വയർ ഒന്നും കൂടി കാണണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു 3 ആക്സസ് കൺസിഡർ ചെയ്യുക, x, y, z. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് നമ്മളൊരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇതിനെ ഒരു ഡയഗണൽ വരച്ച് കൊടുക്കുക. ബോഡി ഡയഗണൽ വേണം വരക്കാൻ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറ്റി വരക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിനൊരു ബോഡി ഡയഗണൽ വരച്ച് കൊടുക്കുക. ഞാൻ വരച്ചിട്ടുള്ള എന്താണ്, ഇതിന് പേര് കൊടുക്കാം ABCD, ദെൻ EFGH. ഞാൻ HCയുടെ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അതായത് EFGH എന്ന് പറയുന്നത് കിടക്കുന്നത് എവിടെയാണ്, ഇതിനെ y ആക്സിസും ഇതിനെ x ആക്സിസുമായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് XY പ്ലെയിനിലാണ് അത് കിടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഇത് ഇവിടെ Z ആക്സിസും കൂടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, നമ്മുടെ AHGD എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്, YZ പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ABEH എന്ന് പറയുന്നത് കിടക്കുന്നത് എവിടെയാണ്, XZ പ്ലെയിനിലാണ് കിടക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് കാണണം. CH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ ആദ്യം BH ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ, BCH എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് BC എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എന്താണ്, ഈ ഒരു ലൈൻ കിടക്കുന്ന എന്താണ്, Y ആക്സിസിന് പാരലലാണ്. അപ്പോൾ ഇതിനെന്താണ്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വൈയുടെ ഡിസ്റ്റൻസ്, അതായത് അലോങ് Y ആക്സിസിന് അലോങ് ആയിട്ടുള്ള ലെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്കെന്താണ്, ഈ ആക്സിസിന് അലോങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആക്സിസിൽ കിടക്കുന്ന ഒക്കെ ലൈൻസിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ആക്സിസിലുള്ള ഡിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അലോങ് ദാറ്റ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കെന്താണ്, ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താണ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാം, നമുക്ക് വേണ്ട CHൻ്റെ ലെങ്ത് ആണ്. സോ CH² = നമുക്ക് എങ്ങനെ പറയാം, BC² +
ബി എച്ച് സ്ക്വയർ എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് എന്താണ് ബി എച്ചിൻ്റെ ലെങ്ത്ത് നമുക്കറിയില്ല. അതെന്താണ് അലോങ് എനി ആക്സിസ് അല്ലെങ്കിൽ പാരലൽ ടു എനി ആക്സിസ് അല്ല. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേറെ കാണണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പക്ഷേ ഏതാണ് ബി സിയുടെ കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് പാരലൽ ടു വൈ ആക്സിസ് ആണ്. സോ നമ്മൾ എന്താണ് അതിൻ്റെ വൈ ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൺസിഡർ മാത്രം എടുക്കേണ്ടുള്ളൂ. അതായിരിക്കും ആ ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ബി എച്ചിൻ്റെ ലെങ്ത്ത് കാണണം. അപ്പോൾ ബി എച്ച് സ്ക്വയർ ആണ് നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ ബി എച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എച്ച് എ ബി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എച്ച് എ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഇവിടെ എന്താണ് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഈ ബി എച്ച് എന്ന് പറയുന്ന ആ ഒരു ലൈൻ എന്താണ് അത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ നമുക്കെന്ത് പറയാം ബി എച്ചിൻ്റെ സ്ക്വയർ അതല്ലേ നമുക്ക് ആവശ്യം. ബി എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം എ എച്ച് സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണെന്ന് പറയാം. നമുക്ക് എന്താണ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഫിഗറിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് അത് മാച്ച് കളയാണ്. അപ്പോൾ നമുക്ക് സി എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് ഈ ബി എച്ച് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം എ എച്ച് സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് സി എച്ചിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഈ സ്ക്വയർ ഇവിടെ ക്യാൻസൽ ചെയ്ത് റൂട്ടിനകത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈൻ്റെ അതായത് സി എച്ചിൻ്റെ ലൈൻ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ എലോങ് എനി ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അലോങ് ദാറ്റ് ആക്സിസ് ഒരു ലൈൻ കിടക്കുന്നത് ആക്സിസിന് അലോങ്ങോ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആ ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് അതിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിഗർ ഞാൻ മാച്ച് കളഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്സസുകൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറയുന്ന ബി സി അല്ലേ ബി സിയുടെ സ്ക്വയർ ആദ്യം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണ് ഇത് ഒറിജിനാണ് 0 0 എന്നല്ലേ അവിടുത്തെ എന്ത് വരുന്നത് കോർഡിനേറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എ എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടുത്തെ പോയിൻ്റ് എച്ച് ആയിരുന്നു. ഇനി എ എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ എ എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതാ ഇതാണ്. ദെൻ അടുത്ത് പറയുന്നത് എന്താണ് എ ബി സ്ക്വയർ. എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരുന്നു എ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് എ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ബി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്ത് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് വരിക. then അടുത്ത് വരുന്നത് എന്താണ് ബി സിയുടെ സ്ക്വയർ. ബി സി എന്ന് പറയുമ്പോൾ എ ബി ഞാൻ സി മേലെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബി സി എന്ന് പറയുന്നത്. ഇതാണ് ബി സി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഈ ഒരു ലൈനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതെന്താണ് അലോങ് ഇസഡ് ആക്സിസ് ആണ്. സോ എന്താണ് നമ്മൾ ഇസഡിൻ്റെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ എടുക്കുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. സോ നമുക്ക് എന്താണ് വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. അതായിരിക്കും ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ എടുക്കുന്നത് പാരലൽ ടു വൈ ആക്സിസ് ആണ്. സോ നമ്മൾ എന്താണ് വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസസ് എടുത്താൽ മതി. അതായിരിക്കും ആ ഒരു ലൈനിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ 2 പോയിൻറ്റ്സുകളുടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഏതാണ് ഈ ഒറിജിനും നമ്മൾ എന്തായിരുന്നു ഒറിജിന് ഞാൻ എച്ച് എന്ന് പേര് കൊടുത്താണ്. അപ്പോൾ സി എച്ച് എന്ന് പറയുന്ന ആ ഒരു ലൈനിൻ്റെ ലെങ്ത്താണ് നമ്മൾ കണ്ടെത്തത് ചെയ്തു. പക്ഷേ എങ്ങനെയായിരുന്നു എന്തായിരുന്നു അത് ഒറിജിനിൽ നിന്ന് ഇസ് അലോങ് ഇസഡ് ആക്സിസ് പ്ലസ് എന്തായിരുന്നു അലോങ് അല്ല പാരലൽ ടു ദ വൈ ആക്സിസ് ആൻഡ് ദെൻ പാരലൽ ടു വൈ ആക്സിസ്. ഇത് എക്സ് ആക്സിസിന് പാരലായിരുന്നു. ഇതെന്താണ് അലോങ് ഇസഡ് ആക്സിസ് ആയിരുന്നു. ഇതെന്താണ് വൈ ആക്സിസിന് പാരലായിരുന്നു. അപ്പോൾ ഇതാണ് എന്ത് ആ ഒരു ലൈനിൻ്റെ ഇവരുടെ സമ്മാണ് എന്ത് ആ ഒരു ലൈനിൻ്റെ എന്തെന്ന് വരുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് വരുന്നത്. ദെൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ട് അത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് 2 3 5 ആൻഡ് 4 3 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ എന്തായിരുന്നു പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള 2 3 5 ദെൻ 4 3 1. അപ്പോൾ നമ്മളിതിപ്പോൾ ജസ്റ്റ് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വരും നോക്കാം. ജസ്റ്റ് ഇപ്പോൾ 2 ഡിസ്റ്റൻസ് എലോങ് എക്സ് ആക്സിസ് എന്താണ് 2 ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ എലോങ് ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതാണ് ഇസഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് കളറൊന്ന് മാറ്റാം. അപ്പോൾ എന്ത് വരും, ഇതാ ഇത്രയും ദൂരം. ദെൻ മേലേക്ക് പോയി. പിന്നെ എന്താണ് 5 യൂണിറ്റ് ഡിസ്റ്റൻസ് എല്ലാം ഇസഡ് ആക്സിസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് വരുന്നത്. അടുത്ത് എക്സ് ആക്സിൽ 4, ദെൻ എലോങ് വൈക്ക് 3. അപ്പോൾ ഈ രണ്ട് ലൈനും ഒരേ ഹൈറ്റിലായിരിക്കും കിടക്കുന്നത്. ദെൻ 1. ഇതാണ് നമ്മുടെ ആ ഒരു ഇത് നമുക്ക് പേര് കൊടുക്കാം, എ ബി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എ ബിയുടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഒരു പോയിൻറ്റിന് എന്താ പറയുക, ഈ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലൊരു പോയിൻറ്റിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, x1 y1 z1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ x2 y2 z2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ ലെങ്ത് വരുന്നത് എങ്ങനെയായിരിക്കും, ഇവരുടെ ഡിഫറൻസ്, അതായത് ഓരോ കോർഡിനേറ്റ്സിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയറുകളുടെ സമ്മായിരിക്കും എന്ത് ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, ലെങ്ത് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square എന്നാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ പോയിൻറ്റ്സ് വരുന്നത്, എന്തൊക്കെ 2 3 5 4 3 1. അപ്പോൾ 4 minus 2 then 3 minus 3, ഇവിടെയൊക്കെ സ്ക്വയർ ഉണ്ട്. വൺ മൈനസ് 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 minus 2 എത്ര വരും, 2 വരും, 2 സ്ക്വയർ പ്ലസ് പിന്നെ 3 minus 3 എന്ത് വരും, 0 വരും, പ്ലസ് 1 minus 5 എന്ത് വരും, -4 the whole square എന്ന് വരും. അപ്പോൾ ഇതെന്താണ്, ഇത് 4 ആണ്, പ്ലസ് ഇതെത്രയാണ്, ഇത് 16 ആണ്. അപ്പോൾ എത്ര വരും, റൂട്ട് 20 എന്ന് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, 4 × 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2√5 എന്ന് എഴുതാം. ഇതാണ് എന്ത് ആ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് എ ആൻഡ് ബി വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോമുല മാത്രമാണ് നമുക്കിവിടെ കാണാതെ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നേരത്തെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എലോങ് എനി ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ആ ആക്സിസിൽ വരുന്ന ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി ലൈനിൻ്റെ ലെങ്ത് ആയിട്ട്. ഇനി പാരലൽ ടു ഏതെങ്കിലും ആക്സിസിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബാക്കി കോർഡിനേറ്റ്സ് ഒക്കെ എന്തായിരിക്കും, അവരുടെയൊക്കെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വരുന്നത്. സോ എന്താണ്, എലോങ് ദ ആക്സിസ്, ആ ആക്സിസ് ഏത് ആക്സിസിനാണോ പാരലൽ ആ ആക്സിസിന് എലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകളുടെ ഡിഫറൻസ് എടുത്താൽ മതി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത കോർഡിനേറ്റ്സ് വരുന്നത് -3 7 2 ആൻഡ് 2 4 -1 ആണ്. അപ്പോൾ ഇനി ഈ ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ, 2 4 -1. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, റൂട്ട് ഓഫ് നമ്മുടെ എന്താണ് -3 -2 the whole square, അടുത്ത എന്താണ് 7 -4 the whole square പ്ലസ് 2 -1 the whole square. അപ്പോൾ ഇത് എത്ര വരിക, -5 the whole square. അതെത്രയാണ്, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ എഴുതാം, 25 എന്ന് എഴുതാം നമുക്ക്. പ്ലസ് അടുത്തത് ഇവിടെ എത്രയാണ്, 7 -4 എത്രയാണ്, 3 വരും, 3യുടെ സ്ക്വയർ 9 ആണ്. പ്ലസ് 2 -1, അപ്പോൾ എന്ത് വരും, 2 + 1 3 ആവും. അപ്പോൾ 3യുടെ സ്ക്വയർ അഗെയിൻ 9 ആവും. അപ്പോൾ 25 പ്ലസ് ഇവിടെ എത്രയാണ് 18 എന്ന് വരും. അപ്പോൾ എത്ര വരിക, 43 അല്ലേ വരിക, എത്രയാണ്, √43 എന്ന് വരും.
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റും പിന്നെന്താണ് ആ ഒരു ഇക്വേഷനും മാത്രമേ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല. അടുത്ത ആ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. അടുത്ത -1 3 -4 ആൻഡ് 1 -3 ആൻഡ് 4 ആണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കോർഡിനേറ്റ്സ് വരുന്ന ഏതൊക്കെയാണ്? -1 3 ആൻഡ് -4 ദെൻ 1 -3 ദെൻ 4. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ -1 -1 പ്ലസ് 3 -3. അപ്പോൾ എത്ര വരും? 3 + 3 എന്ന് വരും. പ്ലസ് -4 -4. അപ്പോൾ എന്ത് വരും? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇതിൻ്റെയൊക്കെ സ്ക്വയർ ഉണ്ട്, ഇടാൻ മറക്കരുത്. അപ്പോൾ എന്താണ്? -1 -1 -2. -2ൻ്റെ സ്ക്വയർ 4 ആണ്. പിന്നെ 3 -3 എന്ത് വരും? അതിന് 6 വരും. അപ്പോൾ 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36 വരും. പ്ലസ് -4 -4. അപ്പോൾ എന്ത് വരും? -8 എന്ന് വരും. ഇനിയിപ്പോൾ 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? 100 ആണ്. അപ്പോൾ 104 വരും. അല്ല, 104 വരും. അപ്പോൾ √104 ആണ് എന്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ സെറ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 2 -1 3 ആൻഡ് -2 1 3. അപ്പോൾ ഇവിടെ എന്താണ്? 2 -1 3 ദെൻ -2 1 3. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 -2 whole square plus -1 -1 the whole square plus 3 -3 the whole square. അപ്പോൾ ഇതെന്താണ്? ഇത് 0 ആണ്. ഇവിടെ എന്ത് വരും? 2 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. പ്ലസ് ഇവിടെ എന്താണ്? -1 -1. അപ്പോൾ എന്ത് വരും? -2 എന്ന് വരും. -2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 20 എന്ന് വരും. അപ്പോൾ √20 വരും. നമ്മൾ അഗെയിൻ അതിൻ്റെ റൂട്ട് മീൻസ് നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2√5 എന്ന് എഴുതാം. അപ്പോൾ നമുക്കെന്താണ്? ഈ ഒരു സെറ്റ് കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഷോ ദാറ്റ് ദ പോയിൻറ്റ്സ് -2 3 5 ആൻഡ് 1 2 3 ആൻഡ് 7 0 -1 ആർ കൊലീനിയർ. അപ്പോൾ കൊലീനിയർ ആണെന്ന് എങ്ങനെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ടെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? അപ്പോൾ ഇതിനകത്ത് ഈ പോയിൻറ്റ്സ് ഇപ്പോൾ നമുക്ക് ഇതിനെ പോയിൻ്റ് എ ആയിട്ട് എടുക്കാം, ഇതിനെ പോയിൻ്റ് ബി ആയിട്ട് എടുക്കാം, ദെൻ ഇതിനെ പോയിൻ്റ് സി ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയും എന്ത്? 2 ലൈൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഒരു ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്? കൊലീനിയർ ആണെന്ന്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് എന്താണ്? നമുക്കൊരു 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സും കിടക്കുന്നത് എവിടെയാണ്? സ്പേസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 3 പോയിൻറ്റ്സ് ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ഇവിടെ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ഇവിടെ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തു. ഇപ്പോൾ കൊലീനർ നമ്മൾ അസ്യൂം ചെയ്ത് കൊലീനർ ആണെന്ന്. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇതിനകത്ത് എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടു, ബി സിയുടെയും ഡിസ്റ്റൻസ് കണ്ടു, അത് തന്നെയാണ് എ സിയുടെ ഡിസ്റ്റൻസ് എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്? ആ പോയിൻറ്റ്സ് എല്ലാം കൊലീനിയർ ആണെന്ന് പറയാം. ഇപ്പോൾ ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്താണ്? -2 3 then 5 1 2 3 7 0 -1. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണ് കൊലീനിയർ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഫോർമുല അത് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സോ ഞാനത് എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് പോയിന്റ് എ ബി സി എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇതിന് എ, ഇതിന് ബി, ഇതിന് സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എന്താണ്? എ ബിയുടെ ലെങ്ത്ത് കാണുകയാണ്. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേര് കൊടുക്കുന്നത്. എ ബി എന്ന് പേര് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ എ ബിയുടെ ലെങ്ത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -2 -1. അപ്പോൾ എന്ത് വരും? -3 എന്ന് വരും. അപ്പോൾ അതിൻ്റെ -3യുടെ സ്ക്വയർ വരും. പ്ലസ് അടുത്ത് 3 -2 സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് പോണത്. അപ്പോൾ 3 -2 എന്ത് വരും? 1 വരും. 1ൻ്റെ സ്ക്വയർ പ്ലസ് 5 എത്രയാണ് അവിടെ? 3 ആണ്. അപ്പോൾ എന്ത് വരും? 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ എന്ത് വരും? ഇത് 9 + 1 + 4 വരും. അപ്പോൾ ഇത് എത്രയാണ്? 14 എന്ന് വരും. അപ്പോൾ എന്താണ്? എ ബിയുടെ ലെങ്ത്ത് നമുക്ക് കിട്ടി √14 ആണ്. എ ബിയുടെ ലെങ്ത്ത് √14 ആണ്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? നമ്മൾ ബി സിയുടെ ലെങ്ത്ത് കാണാൻ പോവുകയാണ്. അപ്പോൾ ബി സിയുടെ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക?
ദേ 1ഉം -7ഉമാണ്. അപ്പോൾ 1 - 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ് 2 - 0 ആണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 3 - -1 അപ്പോൾ എന്ത് വരും 4 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് എത്രയാണ് -6 ആണ്. -6ൻ്റെ സ്ക്വയർ എത്രയാണ് 36 ആണ്. പ്ലസ് ഇത് എത്രയാണ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്രയാണ് 16 ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വരും, ഇത് 40ഉം 16ഉം 56 എന്ന് വരും. √56. അപ്പോൾ നമുക്ക് √56നെ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ 28 × 2 എന്ന് എഴുതാം. മീൻസ് 14 × 4 എന്ന് എഴുതാം. 56 = √4 × 14 എന്ന് എഴുതാം. അപ്പോൾ അതിനെ √2 √14 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് അറിയാം. ബി സിയുടെ ലെങ്ത്ത് ഇപ്പോൾ കിട്ടി. എത്രയെന്ന്, ബി സിയുടെ ലെങ്ത്താണ് 2 √14 എന്ന് പറയുന്നത്. ബി സി = 2 √14. ദെൻ അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏത് പോയിൻറ്റ്സ് തമ്മിൽ എടുക്കേണ്ടതെന്ന്. നമുക്കിനി ആ എ സിയുടെ ലെങ്ത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് എ സി = അപ്പോൾ എന്താ വരിക, -2 -7 ദ ഹോൾ സ്ക്വയർ പ്ലസ് എത്രയാണ് 3ഉം 0. അപ്പോൾ 3 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 5 - -1. അപ്പോൾ 5 - -1 എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് 6 വരും, 6ൻ്റെ സ്ക്വയർ. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, -2 - 7 അപ്പോൾ എത്രയാണ് 9 ആവും. -9ൻ്റെ സ്ക്വയർ 81 ആണ്. പ്ലസ് ഇവിടെ 3യുടെ സ്ക്വയർ 9 ആണ്. പ്ലസ് 6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ്, നമുക്ക് ഇവിടെ 90 + 36 അപ്പോൾ എത്ര വരും, 126 എന്ന് വരും അല്ലേ. ഇതിപ്പോൾ എത്രയാണെന്ന് വെച്ചെങ്കിൽ 90, 30, 120, 126 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് എ സിയുടെ ലെങ്ത്ത് 126 എന്ന് കിട്ടിയിട്ടുണ്ട്. എ സി = 126 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എടുക്കുന്നത്, എന്താണ് √14 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണ് ആ 14 കൊണ്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്താൽ, അപ്പോൾ 126നെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇതിപ്പോൾ എത്രയാണ് 140 - 14 ആണ്. അപ്പോൾ എന്താണ് 9 ടൈംസ് വരും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഈ 126നെ 9 × √14 അതായത് √9 × 14 എഴുതാം. അപ്പോൾ ഈ √9 നമുക്ക് എന്ത് എഴുതാം, 3 × √14 എന്ന് എഴുതാം. ആ 9നെ എന്താണ് 3 പുറത്തെടുത്താണ്. അപ്പോൾ നമുക്ക് പറയാം എന്ത്, എ ബി പ്ലസ് ബി സി = AC ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ 3 പോയിൻറ്റ്സും ഒരേ ലൈനിലാണെന്ന് പറയാം. ഇത്രേ വേണ്ടുള്ളൂ. ജസ്റ്റ് അത് ആ വാല്യൂസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ √14 ആണ്. പ്ലസ് 2 √14 = നമുക്ക് എന്ത് കിട്ടും, 3 √14 എന്നാണ് കിട്ടിയിട്ടുണ്ട്. ഇത്ര വേണ്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ ദ ഫോളോയിങ് ആർ വെർട്ടീസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് കൊലീനിയർ ആണെന്ന് കാണിക്കാനാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, വെർട്ടീസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഒരു ഫോർമുല അധികം പഠിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ ഇക്വേഷനൊന്നും പഠിക്കാനില്ല. അപ്പോൾ പക്ഷേ നമുക്കിവിടെ എന്താണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസ് ആണ് നമുക്ക് നമ്മുടെ ഈ 3 പോയിൻറ്റ്സ് നമുക്ക് എടുക്കുന്നത്. സ്പേസിൽ എന്താ 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, എവിടേക്കോ 3 പോയിൻറ്റ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർ 3 പോയിൻറ്റ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചതിന് പേര് കൊടുക്കണം ABC എന്ന്. അപ്പോൾ ഇതിനകത്ത് ഐസോസെലസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, AB = AC = BC ആയിരിക്കണം. അത്രേ വേണ്ടുള്ളൂ. അതായത് ഏതെങ്കിലും 2 സൈഡുകളുടെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ AC = ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ BC ആയിരിക്കണം. ഇതാണ് ഇപ്പോൾ ഐസോസെലസ് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആ 3 പോയിൻറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ പോയിൻറ്റ്സ് വരുന്നത് എത്രയാണ്, 0, 7, -10, 1, 6, -6, 4, 9, -6. അപ്പോൾ എന്താണ് ഇത് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഇപ്പോൾ എന്താണ് ഏകദേശം ഏതിനെയാണ് ഈക്വലായിട്ട്
കിട്ടുക എന്നല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ബേസും സൈഡുകൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് എവിടെയാണ്? 0, then 7 and -10. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് വരിക. ദെൻ അടുത്തൊരു പോയിൻ്റ് വരുന്നത് എത്രയാണ്? 1, then 6, then -6. അത് ഇവിടെ വരും. അടുത്തൊരു പോയിൻ്റ് വരുന്നത് എവിടെയാണ്? 4, 9, -6. ഏകദേശം ഇവിടെയൊക്കെ ഒരു പോയിൻ്റ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഏകദേശം വരുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് നമ്മളാണ് ഫസ്റ്റ് പോയിൻ്റ് എ എന്ന് ഞാൻ കൊടുത്തു, ഇത് സെക്കൻഡ് പോയിൻ്റ് ബി എന്ന് കൊടുത്തു, തേർഡ് പോയിൻ്റ് സി എന്ന് കൊടുത്തു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ബി സി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഈ ഇസഡ് കോർഡിനേറ്റ്സ് സെയിം ആണ്. സോ ആ ഒരു ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഇതത്ര നല്ല ഫിഗറൊന്നും ആയിട്ടില്ല. നല്ല വൃത്തിക്കൊരു പടം വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും ഏത് സൈഡ്സാണ് ഇതിനകത്ത് നിന്ന് ഈക്വലായിട്ട് വരിക എന്നുള്ളത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ എ ബിയും ബി സി ആയിരിക്കും ഈക്വൽ സൈഡ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഞാൻ എന്താണ് എ എന്ന് പറഞ്ഞിട്ട് എ = 0, 7, -10. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ് ഞാൻ എന്താണ് 1, 6, -6. ദെൻ സി എന്ന് പറഞ്ഞ് 4, 9, -6 എടുക്കുകയാണ്. നമുക്ക് എന്താണ് എ ബിയുടെ ലെങ്ത്ത് കണ്ടു നോക്കാം. എ ബി = എന്ത് വരും? നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0, -1 എന്ത് വരും? 1² -1² വരും. പ്ലസ് അടുത്തെന്താണ് 7, -6 എന്ത് വരും? അഗെയിൻ 1² പ്ലസ് -10 -6 അപ്പോൾ എന്ത് വരും? -10 -6 അപ്പോൾ എന്ത് വരും? ഇത് പ്ലസ് ആവും. അപ്പോൾ -4² വരും. ഇനി അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1 + 1 + 4² 16. അപ്പോൾ എന്ത് വരും? √18 എന്ന് വരും. √18 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3√6 എന്ന് എഴുതാം. 3√6 അല്ല, 3√2 അല്ലേ വരിക? 9 × 2 എന്ന് വരും. അപ്പോൾ അതിനകത്ത് നിന്ന് 3 പുറത്തെടുക്കുകയാണെങ്കിൽ 3√2 എന്ന് വരും. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് കിട്ടി. 3√2 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്ത്? എ ബി എന്ന് പറയുന്ന ഒരു സൈഡ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബി സി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബി സിയുടെ ലെങ്ത്ത് = √. ഇവിടെ എത്രയാണ് നമ്മുടെ പോയിൻ്റ് വരുന്നത്? സോറി, ഇത് എത്ര? ഇത് -1 അല്ല, ഇത് 1 ആണ്. അപ്പോൾ എന്താണ് 1ഉം അപ്പോൾ 1 - 4 എത്ര വരും? -3 എന്ന് വരും. പ്ലസ് 6 - 9 -3 എന്ന് വരും. പിന്നെ -6 ഇത് സെയിം ആണ്. അപ്പോൾ എന്ത് വരും? +0 എന്ന് വരും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3² എത്രയാണ്? 3² 9 ആണ്. പ്ലസ് ഇതും 9 ആണ്. = നമുക്ക് എന്തെന്ന് കിട്ടി? 3√2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി = ബി സി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ. എന്താണ് നമുക്ക് എ ബിയും ബി സിയും ബി സി = നമുക്ക് 3√2 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പറയാം എന്താണ് ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0, 7, 10 and -1, 6 and 6 and -4, 9, 6 are vertices of a right angled triangle. അപ്പോൾ എന്താണ്? നേരത്തെ ഐസോസെലസ് ആയിരുന്നു, ഇപ്പോൾ എന്താണ്? റൈറ്റ് ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണെന്നാണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐസോസെലസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരുന്നു? ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ഇനിയിപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ രണ്ട് സൈഡുകളുടെ അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ ലെങ്ത്തിൻ്റെ സമ്മിൻ്റെ റൂട്ട് എന്തായിരിക്കണം? തേർഡ് സൈഡിൻ്റെ ലെങ്ത് ആയിരിക്കണം. ഒന്നുമില്ല, പൈത്തഗോറസ് തിയറം തന്നെയാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു സൈഡ് = ഇത് ഈ സൈഡുള്ള രണ്ട് സൈഡ്, അതായത് രണ്ട് സൈഡുകളുടെ ലെങ്ത് = തേർഡ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു? അല്ലെങ്കിൽ
രണ്ട് പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു നേരത്തെ നമ്മൾ കണ്ടു. അങ്ങനെ അതായത് ഒരേ ലൈനിലാണ് കൊലീനിയർ ആവാനുള്ള കണ്ടീഷനായിരുന്നത്. എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ ലെങ്ത്ത് കിട്ടുകയാണെങ്കിൽ നമുക്കത് കൊലീനിയർ ആണെന്ന് പറയായിരുന്നു. ഇവിടെ നമ്മളെന്താണ് ഇവിടെ സ്ക്വയേഴ്സാണ് വേണ്ടത്. അതായത് ഇപ്പോൾ ഇതിന് നമ്മൾ പേര് കൊടുക്കുകയാണ് എ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എ സിയുടെ ലെങ്ത്ത് എന്തായിരിക്കണം? റൂട്ട് ഓഫ് എ എത്രയാണ്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്താണ് ആ ഒരു കോർഡിനേറ്റ്സ് വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റഫ് ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെയാണ് ബേസും ആൾട്ടിറ്റ്യൂഡായിട്ടൊക്കെ വരുന്നതെന്ന്, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നതെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് എടുത്തെഴുതാം. 0, 7, 0, 7, 10, -1, 6 and 6, -4, 9 and 6. ഞാൻ ജസ്റ്റ് എന്താണ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ വരും ഒരു പോയിന്റ്, അടുത്ത എവിടെ വരും? ഒരു പോയിന്റ് ഇവിടെ വരും. ഒരു പോയിന്റ് ഏകദേശം ഇവിടെ വരും. അപ്പോൾ നമ്മളിപ്പോൾ അത് ട്രയാങ്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ എങ്ങനെ വരും? ഏകദേശം ഇതുപോലെ വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഐസോസിലസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അല്ല, എന്താ റൈറ്റ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ എ എന്ന് പേര് കൊടുക്കുക, ഇതിനെ എന്ന് പേര് കൊടുക്കുക, ഇതിന് ബി എന്ന് പേര് കൊടുക്കുക, ഇതിന് സി എന്ന് പേര് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എ ബിയുടെ ലെങ്ത്ത് കാണാം. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ബിയുടെ ലെങ്ത്ത് ആദ്യം കാണാൻ എന്ത് ചെയ്യുക? 0 -1 1 വരും. അതിൻ്റെ സ്ക്വയർ എടുക്കുക. അടുത്ത എത്രയാണ്? 7 - 6 എന്ന് വരും. 1 അതിൻ്റെ സ്ക്വയർ എടുക്കുക. ദെൻ 10 - 6 എത്ര വരും? 4 വരും. 4ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇത് എത്ര വരിക? റൂട്ട് 1. ഇത് എത്രയാണ്? ഇത് 16 ആണ്. പ്ലസ് 1 എത്ര വരും? 18 എന്ന് വരും. റൂട്ട് 18 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? എ ബി = റൂട്ട് 18 എന്ന് എഴുതി വെക്കാം. അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3√2 എന്ന് എഴുതാം. ഇഷ്ടമുള്ള പോലെ എഴുതി വെക്കാം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എന്താണ് ബി സിയുടെ ലെങ്ത്ത് കാണാം. ബി സി = ബി സിയുടെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? -1 and -4. അപ്പോൾ എന്ത് വരും? -1 -4. അപ്പോൾ എത്ര വരും? ഇത് +4 ആയിട്ട് മാറും. അപ്പോൾ എന്ത് വരും? 4 - 1 എന്ത് വരും? 3 വരും. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. പ്ലസ് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9ഉം 6ഉം. അപ്പോൾ എത്ര വരിക? 9 - 6 ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. 3യുടെ സ്ക്വയർ അഗൈൻ 9 വരും. ദെൻ 6 - 6 എന്ന് വരും? 0 എന്ന് വരും. അപ്പോൾ ഇത് എത്ര വരും? ഇതും റൂട്ട് 18 എന്ന് വരും. അപ്പോൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എ സി ഒന്ന് കണ്ടു നോക്കാം. എ സി = എത്ര വരും? √0 അതായത് -0 - -4 എന്ത് വരും? 4ൻ്റെ സ്ക്വയർ വരും. പ്ലസ് 7 - 9 എന്ത് വരും? 2 അതിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ എന്ന് എഴുതാം തൽക്കാലം. പ്ലസ് 10 - 6 എന്ത് വരും? 4ൻ്റെ സ്ക്വയർ വരും. ഇത് എത്രയാണ്? 16 + 4 + 16 എന്ന് വരും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 പ്ലസ് എന്ത് വരും? 36 എന്ന് വരും. റൂട്ട് 36 എന്ന് വരും. ഇനി നമുക്കെന്താണ്? പൈതഗോറസ് തിയറം വെച്ച് നമുക്കെന്താണ്? എ സിയുടെ സ്ക്വയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയർ = എന്തായിരിക്കും? മറ്റ് രണ്ട് സൈഡുകളുടെയും സ്ക്വയറുകളുടെ സമ്മായിരിക്കും. അപ്പോൾ നമുക്കെന്താണ്? ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് ഒന്ന് കാണാം. അപ്പോൾ നമുക്കെന്താണ്? എ ബിയുടെ സ്ക്വയർ = നമുക്ക് എന്തെന്ന് കിട്ടും?
റൂട്ട് 18 ആണ്, അപ്പോൾ അത് 18 എന്ന് കിട്ടും. ദെൻ ബി സിയുടെ സ്ക്വയർ എന്ത് വരും? ബി സി സ്ക്വയർ ഇസിക്വൾ ടു എ ബി സ്ക്വയർ ഇസിക്വൾ ടു 18 ആണ്. ഇത് എത്രയാണ്? 18 ആണ്. ദെൻ എ സി സ്ക്വയർ ഇസിക്വൾ ടു എത്രയാണ്? നമുക്ക് 36 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ സി സ്ക്വയർ ഇസിക്വൾ ടു നമുക്ക് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് എഴുതാം. ദെൻ നമുക്ക് പറയാം എന്താണ്, ഈ 3 വേർട്ടിസസും എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഒരു 4 വേർട്ടിസസ് തന്നിട്ടുണ്ട്. ഈ 4 വേർട്ടിസസ് എന്താണ്? ഒരു പാരലലോഗ്രാമിൻ്റെ വേർട്ടിസസ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്കൊരു 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അതായത് 4 വേർട്ടിസസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു 4 സൈഡഡ് പോളിഗൺ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്താവും? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നല്ലേ. അപ്പോൾ നമുക്കെന്താ, ഏതെങ്കിലും 2 വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റ് 2 വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 2 സൈഡ്സിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ആ 4 തന്നിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് എടുത്ത് എഴുതാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ, എ എന്ന് പറയുന്നത് -1 2 1 ആയിട്ട് എടുക്കാം. ദെൻ ബി എന്ന് പറയുന്നത് നമുക്ക് 1 - 2 5 ആയിട്ട് എടുക്കാം. സി എന്ന് പറയുന്നത് 4 - 7 8 ആയിട്ട് എടുക്കാം. ദെൻ ഡി എന്ന് പറയുന്നത് 2 - 3 4 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെന്താണ് ഇതിനകത്ത് നമുക്ക് എങ്ങനെ കിട്ടണം? ഇപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു വേറെ ഏതെങ്കിലും ഒരു സൈഡായിരിക്കണം, സി ഡി ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ബി സി ഈസ് ഈക്വൽ ടു എ സി എന്ന് കിട്ടണം. ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇത് ഈ 4 വേർട്ടിസസും എന്താണ്? ഒരു പാരലലോഗ്രാമിൻ്റെ വേർട്ടിസസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം എ ബി കാണാം. അപ്പോൾ ലെങ്ത് ഓഫ് എ ബി കാണണം. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടും? എന്ത് വരും? -1 - 1 എന്ത് വരും? -2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 4 ആണ്. പ്ലസ് 2 - -2 എന്ത് വരും? 4 എന്ന് വരും. 4ൻ്റെ സ്ക്വയർ എന്ത് വരും? 16 എന്ന് വരും. പ്ലസ് അടുത്ത 1 - 5 എന്താണ്? -4 വരും. അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. അപ്പോൾ ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 32 എന്ന് വരും. ദെൻ റൂട്ട് 36 എന്ന് വരും. അപ്പോൾ എ ബി നമുക്കിത് കിട്ടി, റൂട്ട് 36 എന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബി സി കണ്ട് നോക്കാം. ബി സി കാണുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - 4 എത്രയാണ്? -3 വരും. -3യുടെ സ്ക്വയർ എത്രയാണ്? 9 വരും. അഗെയിൻ -2 - 7, അതായത് -2 - -7 അപ്പോൾ എത്ര വരും? ഇത് ക്യാൻസൽ ആവും, പ്ലസ് ആവും. 7 - 2 എത്ര വരും? 5 എന്ന് വരും. 5ൻ്റെ സ്ക്വയർ എത്ര വരും? 25 എന്ന് വരും. തല്ലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് പോവുകയാണ്. അടുത്തത് എന്താണ്? 5 - 8 5 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? -3 എന്ന് വരും. അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 9 എന്ന് കിട്ടും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 18 എന്ന് വന്നിട്ടുണ്ട്. 18 + 25 എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രയായിരുന്നു? 43 ആയിരുന്നു. അപ്പോൾ നമുക്ക് റൂട്ട് 43 എന്ന് കിട്ടി ബി സി. ദെൻ നമുക്കെന്ത് കാണണം? സി ഡി. ബി സി കണ്ടു, ഇനി സി ഡി കാണണം. സി ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി ഡി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 4 - 2 എത്ര വരും? 2 6 അല്ല, എത്രയാണ്? 4 - 2 2 വരും. 2ൻ്റെ സ്ക്വയർ 4 വരും. പ്ലസ് -7 - -3 വരും. അപ്പോൾ എത്ര വരും? പ്ലസ് ആയി കഴിഞ്ഞാൽ -4 വരും. -4ൻ്റെ സ്ക്വയർ 16 വരും. പ്ലസ് 4 അടുത്ത എത്രയാണ്? 8 - 4 എത്രയാണ്? നമുക്ക് 8 - 4 ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 എന്ന് വരും. അപ്പോൾ ഇത് അഗെയിൻ എത്ര വരും? റൂട്ട് 36 എന്ന് വരും. റൂട്ട് 36 എന്ന് വന്നു. അടുത്ത എത്രയാണ്? നമുക്ക് എത്രയാണ്? എ ഡി ഒന്ന് കണ്ടു നോക്കാം, അല്ലെങ്കിൽ എന്താണ് ഡി എ കണ്ടു നോക്കാം. ഡി എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? 2 - -1 2 - -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലസ് ആവും. അപ്പോൾ 3 വരും. 3യുടെ സ്ക്വയർ 9 ആണ്. പ്ലസ് -3 - 2 -3 - 2 അപ്പോൾ എത്ര വരും? -5 എന്ന് കിട്ടും. -5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. പ്ലസ് 4 - 1 എത്ര വരും? 3 ആണ്. 3യുടെ സ്ക്വയർ എത്രയാണ്? 3യുടെ സ്ക്വയർ എത്ര? 9 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണിത്? എഗെയിൻ 43 എന്ന് കിട്ടും. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് പറയാം എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളെന്താണ് ഈ 4 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള എന്താണ് നമ്മളൊന്ന് അസ്യൂം ചെയ്താൽ മതി. ഇത് 4 ഒരു പോളിഗൺ അല്ലെങ്കിൽ ഒരു ഫിഗറിൻ്റെ 4 വേർട്ടീസസ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഇതുപോലെ എന്താ പറയുന്നത്, 2 സൈഡുകളുടെ ലെങ്ത് ഈക്വലാണ്. ഇവിടെയും 2 സൈഡുകളുടെ ലെങ്ത് ഈക്വലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പാരലലോഗ്രാം എന്ന് വിളിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ്. നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വരുന്ന പോയിൻറ്റ്സ്, സെറ്റ് ഓഫ് പോയിൻറ്റ്സിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു 2 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള പോയിൻറ്റ്സ് തന്നു വിചാരിക്കുക. നമുക്ക് എന്താണ് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഒരു പോയിൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്ത്, ഇപ്പോൾ ഇതിന് എക്സ് വൈ ഇസഡ് എന്ന് ഞാൻ പേര് കൊടുത്തു എന്ന് വിചാരിക്കുക, വെറുതെ ഒരു പേര് കൊടുത്താണ്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തു, ദെൻ അഗെയിൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. എങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് വരുന്നത് എങ്ങനെയായിരിക്കും, നമ്മളെങ്ങനെയൊക്കെ എന്താ പറയുക ഇതിനകത്ത് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, എക്സും വൈയും സെഡ് തന്നെയായിരിക്കും വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജനറലായിട്ട് നമുക്ക് അങ്ങനെ ഒരു പോയിൻറ്റ്സ് എടുത്താൽ മതി. അതായത് നമ്മൾ ഏതൊരു പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നിട്ടുള്ള 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ആ പുതിയ പോയിൻറ്റും ഈ പോയിൻ്റ് എയും ഈ പോയിൻ്റ് നമ്മൾ പുതിയ പോയിൻ്റ് സി ആയിട്ട് എടുക്കുകയാണ്, നമ്മൾ മറ്റേ തന്ന പോയിൻ്റ് ബി ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ എ സി, എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് കണ്ടീഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, നമുക്ക് എ സി ഈസ് ഈക്വൽ ടു ബി സി, ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്കറിയാത്ത അൺനോൺ ആയിട്ടുള്ള ആ ഒരു പോയിൻറ്റിന് നമുക്ക് എന്താണ് എക്സ് വൈ സെഡ് എന്ന് കൊടുക്കാം. എക്സ് വൈ സെഡ് എന്നാണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇനി എ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു പോയിന്റ് 1 2 3 എന്ന് എടുക്കാം. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് 3 2 -1 എന്ന് എടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതി കൊടുക്കാം. ദെൻ എ സി എന്ത് വരും, റൂട്ട് ഓഫ് എന്താണ് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ നമുക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, ബി സി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും, 3 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഉണ്ട്, പിന്നെന്താണ് 2 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെന്താ -1 മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഇത് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡിലും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരും, ഈ റൂട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇതിനകത്ത് ഇവിടെ ഒരു 2 മൈനസ് ഇസഡ് വൈ എടുക്കുന്നുണ്ട്, ഇവിടെ 2 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്ത് വരും നോക്കാം, 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ, പിന്നെ എന്ത് വരും 3 മൈനസ് ഇസഡ്. അപ്പോൾ എന്ത് വരും 9 മൈനസ് 6z പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും, ഈസ് ഈക്വൽ ടു എന്ത് വരും 9 മൈനസ് 6x പ്ലസ് എക്സ് സ്ക്വയർ, ദെൻ പ്ലസ് എന്ത് വരും 1 പ്ലസ് 2z പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. ഇതൊക്കെ മായ്ച്ച് കളയാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയറും ഇസഡ് സ്ക്വയറും 2 സൈഡിലും കോമൺ ആണ്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ് വരുന്നത്, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 മൈനസ് 2x കിടക്കുന്നുണ്ട്, 9 മൈനസ് 6x കിടക്കുന്നുണ്ട്. ഞാനിതൊന്ന് വൃത്തി ഇവിടെ എടുത്ത് എഴുതുകയാണ്. പ്ലസ് ഇതിനെ നമുക്കൊരു 10 എന്ന് എഴുതാൻ വേണമെങ്കിൽ 6 എന്താണ് ഈ 9ഉം 1ഉം കൂടി 10 മൈനസ് 2x മൈനസ് 6z ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 10 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്ത് കളയപ്പോൾ തന്നെ വേണമെങ്കിൽ. ദെൻ എന്താ വരുന്നുണ്ട്, ഒരു മൈനസ് 6x വരുന്നുണ്ട്, പിന്നെന്താണ് പ്ലസ് 2z വരുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 6ന് ഇങ്ങോട്ട് എടുക്കണം. 4x ഇസ് മൈനസ്
ഇവിടെ എന്തുണ്ട് മൈനസ് ആരുണ്ട് 6z ഉണ്ട്, -2z കൂടി എടുക്കുക =0 എന്ന് കിട്ടും. നമുക്ക് ഇതിനൊക്കെ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ എന്ത് വരും, -8z എന്ന് വരും. ഇതിനകത്ത് നമുക്ക് 4 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, x - 2z =0 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ അത്രയും സെറ്റ് ഓഫ് പോയിന്റ്സ് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു 2 പോയിന്റ്സിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്, x - 2z =0 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് P, the sum of whose distances from A and B are equal to 10. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്സിലേക്ക് എന്താണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എന്താണ് 10 യൂണിറ്റ് ഡിസ്റ്റൻസിൽ കിടക്കുന്ന സെറ്റ് ഓഫ് പോയിന്റ്സിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്, സെറ്റ് ഓഫ് പോയിന്റ്സ് ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കണം, എയിൽ നിന്നും ബിയിൽ നിന്നും എന്താണ് ആ സെറ്റ് ഓഫ് പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സം എന്ന് പറയുന്നത് 10 ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തപോലെ തന്നെ അതിനെന്താണ് XYZ എന്ന് എടുക്കാം, ജനറലായിട്ട് എടുക്കാം. then ഇതിനെ 4 0 0, then ഈ ഒരു പോയിന്റ് എന്താണ് -4 0 0 പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസുകളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം, 10 ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും വിളിക്കാം, ഇതിനെ സി എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് AC + BC = എന്തായിരിക്കണം, 10 ആയിരിക്കണം. അപ്പോൾ AB യുടെ ലെങ്ത് പ്ലസ് എന്താണ് AC + BC = 10 ആയിരിക്കും. അപ്പോൾ ACയുടെ ലെങ്ത് കാണുന്നത് എങ്ങനെ വരുന്നത്, നമുക്ക് എങ്ങനെ എഴുതാം, x - 4 ² + y - 0. അപ്പോൾ എന്താ y² എന്ന് എഴുതിയാൽ മതി. ബാക്കിയുള്ള കോർഡിനേറ്റ്സ് ഒക്കെ അതായത് YZ കോർഡിനേറ്റ്സ് ഒക്കെ 0 ആണ്. അപ്പോൾ നമുക്ക് y² + z² എന്ന് എഴുതാം പ്ലസ് √ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x - -4 ആണ്. അപ്പോൾ x + 4 ² + y² + z² എന്താണ് 10 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ റൂട്ട് ഇതിനകത്ത് നിന്ന് കളയണം. റൂട്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യണം, സ്ക്വയർ ആണ്. പക്ഷെ എന്താണ് നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്യണമെങ്കിൽ ഇവിടെ 2 ടേമിന് റൂട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പാൻഷനിൽ അഗെയിൻ റൂട്ടുള്ള ടേം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സ്ക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു റൂട്ടുള്ള ഈ ഒരു ടേമിന് ഇങ്ങോട്ട് എടുക്കാം. നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം, √(x²) അതായത് x - 4 ² + y² + z² നമുക്ക് എങ്ങനെ എഴുതാം, 10 - √(x) + 4 ² + y² + z² എന്ന് എഴുതാം. എന്ത് ചെയ്യാം, ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയണില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ എന്താണ്, നമുക്ക് ആ ഡിസ്റ്റൻസ് ഫോമിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇതിൻ്റെ റൂട്ട് പോവും. അപ്പോൾ ഈ സൈഡ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും, 10 - 2 × 10. അപ്പോൾ എന്ത് വരും, 20 × √() ഈ ഒരു ടേം x + 4 ² + y² + z² പ്ലസ് എന്ത് വരും, x + 4 ² + y² + z² എന്ന് വരും. നമുക്ക് എന്താണ് ഈ ടേം നമുക്ക് ഇനി ഇവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ ഇതായി സ്ക്വയർ ചെയ്തപ്പോൾ ഈ റൂട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്നാണ് ഇവിടെ ഇപ്പോൾ x - 4 ² + y² + z² ആണ്. ഇവിടെ y² + z² കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ഇവിടെ x - 4 ² ഉണ്ട്, ഇവിടെ x + 4 ² ഉണ്ട്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സൈഡിൽ x² - 8x + 16 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടും, ഇവിടെ x² + 16 + 8x എന്ന് കിട്ടും. ഈ x² + 16 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, കോമൺ ആണ്. ദെൻ എന്താണ്
ഇവിടെ നമുക്ക് എന്ത് കിടക്കുന്നുണ്ട്? ഇവിടെ ഒരു 10ൻ്റെ സ്ക്വയറാണ് വേണ്ടത്. അതെന്താണ് ഇത് 100 മാറും. ഇവിടെ ഒരു മൈനസ് ടേം എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ടേം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 8നെ ഞാൻ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ 20 × (x+4) പ്ലസ് y² പ്ലസ് z² ഈസ് ഈക്വൽ ടു 8x ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? 16x എന്ന് വരും പ്ലസ് 100 എന്ന് വരും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 16, 100, 20 ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 25 + 4x എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 5 എന്ന് എഴുതാം. ഇനി എന്താണ്? ഇതൊക്കെ റൂട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു തവണ കൂടി സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരിക്കൽ കൂടി സ്ക്വയർ ചെയ്താൽ 25 ഇൻറ്റു ഇതെന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ പോയി കിട്ടും. (x+4) പ്ലസ് y² പ്ലസ് z² ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഇവിടെ 25ൻ്റെ സ്ക്വയർ എന്ത് വരും? ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്താൽ 25ൻ്റെ സ്ക്വയർ എന്ത് വരും? 625 എന്ന് വരും. പ്ലസ് 4x² എന്ന് വരുമ്പോൾ 4ൻ്റെ സ്ക്വയർ എന്ത് വരും? 16x² എന്ന് വരും. പ്ലസ് എന്ത് വരും? 2 ഇൻറ്റു 4 ഇൻറ്റു 25 ഇൻറ്റു x എന്ന് വരും. എത്രയാണ്? 200x എന്ന് വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഇവിടെ ഒരു (x+4) എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താണ്? കുറച്ച് ഇവിടെ എന്താ ഒരു 25 പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ x² പ്ലസ് 8x പ്ലസ് 16 പ്ലസ് y² പ്ലസ് z² ഈസ് ഈക്വൽ ടു 625 പ്ലസ് 16x² പ്ലസ് എത്രയാണ്? 200 ഇൻറ്റു x എന്ന് വന്നു. ഇനി നമുക്ക് എന്താണ്? ഈ 25നെ ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് അങ്ങോട്ട് വായിച്ച് കളയാം. വായിച്ച് കളയണ്ട. നമുക്ക് എന്താ ചെയ്യുക? ഇവിടെ താഴെ എഴുതാം. ഈ സൈഡ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 25x² പ്ലസ് ഈ 25 ഇൻറ്റു 8 എത്രയാണ്? 200 x പ്ലസ് എത്ര വരും? ഒരു 400 വരും. 25 ഇൻറ്റു 16 പ്ലസ് 25y² പ്ലസ് 25z² എന്ന് വരും. ഇനി നമുക്ക് ഈ സൈഡ് വായിച്ച് കളയാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 200x കിടക്കുന്നുണ്ട്, ഇവിടെയും 200x കിടക്കുന്നുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെന്താണ്? ഇവിടെ 25x² ഇവിടെ 16x² കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 16 ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും? നമുക്ക് ഇവിടെ 9x² ആവും. നമുക്ക് ഈ 400ൽ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? നമുക്ക് 225 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ആയിട്ടുണ്ട്? 225 ഈസ് ഈക്വൽ ടു 9x² പ്ലസ് 25 ഇൻറ്റു x² പ്ലസ് 5² എന്നായിട്ടുണ്ട്. നമുക്കിതിനെങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 9x² പ്ലസ് 25 ഇൻറ്റു y² പ്ലസ് z² ഈസ് ഈക്വൽ ടു 225 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എന്താണ്? ഇതിനകത്തുള്ള മെത്തേഡാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ എന്താണ്? സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കുന്നതെന്നാണ് ജസ്റ്റ് നോക്കി വെക്കണ്ടുള്ളൂ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.